നമസ്കാരം. കെ ന്യൂസിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അംബിക ടീച്ചറാണ്. അംബിക ടീച്ചറെ ഈ പോഡ്കാസ്റ്റിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരവസരമാണ് എനിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു പ്രസിഡന്റ് എന്ന പദവിക്ക് എത്രത്തോളം ഒരു മഹനീയമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം അവസരങ്ങൾ കിട്ടുമ്പോഴാണ്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം. പ്രസിഡന്റ് ആയതിനു ശേഷം എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സത്യത്തിൽ ഒരു പ്രസിഡന്റ് പദവി ഒരു മനസ്സുകൊണ്ട് പോലും നമ്മൾ ആഗ്രഹിക്കാത്തൊരു സംഭവമായിരുന്നു. ഒരു മെമ്പറായിട്ട് നിൽക്കുക, ഞാൻ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം എന്നുള്ളൊരു മേഖല പോലും ഇങ്ങനെ ഇറങ്ങി തിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു അധ്യാപികയാവുക, അതിൽ ഏറ്റവും നന്നായിട്ട് പേരെടുക്കുക. ഇപ്പോഴും ആഗ്രഹം തന്നെയാണ്. ഞാൻ എൻ്റെ സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നല്ല അധ്യാപികയായിട്ട്, ഒരു കറപുരളാത്തൊരു അധ്യാപികയായിട്ട് ഇറങ്ങുക എന്നുള്ളതായിരുന്നു സത്യത്തിൽ എൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലെ എൻ്റെ അച്ഛനൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, അപ്പോൾ അത് ചിരട്ടക്കുന്ന് ഏരിയയിലാണ്. അവരൊക്കെ പറയാറുണ്ട് ഒരു കാലത്ത് അവിടെ പാർട്ടി ഉണ്ടാക്കിയത് അച്ഛനാണ് എന്ന്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അഭ്യർത്ഥന പ്രകാരം അവിടെ കുറേ ആളുകളുണ്ട്, പേര് പറയാതിരിക്കാൻ വയ്യ, വേലായുധേട്ടനെ പോലെയുള്ള കുറേ ആളുകൾ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവരുടെ സ്നേഹത്തിന് വഴങ്ങി. പിന്നെ കുറേ സെൻറ്റിമെൻ്റൽ അപ്രോച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ആ സ്നേഹത്തിൻ്റെ വഴങ്ങി ഇറങ്ങി തിരിച്ചതാണ്. ഒരു മെമ്പർ ആവുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അത് പിന്നെ ജയിക്കുമല്ലേ, അതൊക്കെ അതിൻ്റെ വേറെ വശങ്ങളാണ്. നമ്മൾ പരാജയത്തെയും ജയത്തെയും ഒക്കെ ഒരേപോലെ ഉൾക്കൊള്ളുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ടീച്ചറെ തീർച്ചയായിട്ടും ജയിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ നിന്നപ്പോൾ ഞാൻ പഠിപ്പിച്ച ഒരുപാട് മക്കൾ ആ ഏരിയയിലുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞത് ഒരു രാഷ്ട്രീയം നോക്കാതെ ടീച്ചറെ ഞങ്ങളൊപ്പം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്നേഹവും അതൊക്കെ അനുഭവിച്ചറിയാൻ പറ്റിയത് ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ്. ഇതിന് വേറെ വശങ്ങൾ പലതും ഉണ്ടാകും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഇറങ്ങിയപ്പോൾ രാഷ്ട്രീയം നോക്കാതെ എൻ്റെ ഒപ്പം നിന്ന എൻ്റെ കുട്ടികൾ, അതുപോലെ അവിടുത്തെ നാട്ടുകാർ, അവരൊക്കെ എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ചില ആളുകളൊക്കെ അന്നേ പറഞ്ഞിരുന്നു പ്രസിഡന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നത് നിങ്ങളെയാണെന്ന്. അവരത് എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മത്സരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ജയിക്കോ തോൽക്കോ എന്ന് പോലും അറിയാതെ പല ആളുകളും അത്തരത്തിലുള്ള രീതിയിൽ എന്നെ സമീപിക്കുകയും അവരുടെ സ്നേഹം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വളരെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഭൂരിപക്ഷമൊക്കെ കണ്ടപ്പോൾ ആളുകൾ വെറുതെ പറഞ്ഞതല്ല, അവരുടെ ഹൃദയത്തിലേക്ക് എന്നെ എടുത്തിട്ട് തന്നെയാണ് അവർ എന്നോടൊപ്പം നിന്നത് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ പ്രചരണ പരിപാടികൾ നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി നടക്കുമ്പോൾ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്നുള്ള ഒരു പിക്ചറിൽ ടീച്ചറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമുള്ള ചർച്ചയിലാണ് അപ്രതീക്ഷിതമായി ടീച്ചർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ടീച്ചറും ചിലപ്പോൾ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒരു വാർഡ് മെമ്പർ എന്നുള്ള എനിക്ക് മാത്രമേ പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ അതിൻ്റെ അത്യുന്നത പദവിയിലെത്തിയപ്പോൾ അത് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഞാൻ മെമ്പർ എന്നുള്ള നിലയ്ക്ക് തന്നെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. അതായത് ഇങ്ങനെ ഇറങ്ങില്ല, രാഷ്ട്രീയത്തിലേക്കേ വരില്ല എന്നുള്ള അങ്ങനെ ഒരു സ്വപ്നം ഇല്ല എൻ്റെ മനസ്സിൽ സത്യം പറയാച്ചാൽ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആളുകളുടെ സ്നേഹവും ഇതൊക്കെ ശരിക്കും നമ്മൾ അനുഭവിച്ചറിയാണ് അവർ നമ്മുടെ അടുത്ത് ചെല്ലുമ്പോൾ. ഇപ്പോൾ പള്ളിപ്പടി ഏരിയയിൽ, ചിരട്ടക്കുന്ന്, മേപ്പാടം, ഇവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ റേഷൻ കടയിൽ കുറേ കാലം, നമുക്കത് പറയാതിരിക്കാം, നമ്മുടെ ലൈഫ് അതായിരുന്നു. അച്ഛന് കുറച്ച് ശ്വാസം മുട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഞാനൊക്കെ സ്കൂളിൽ വന്നാൽ നേരെ റേഷൻ കടയിലേക്ക് കയറുക ചെയ്യാം. അപ്പോൾ അച്ഛനോടൊപ്പം വരി തൂക്കി കൊടുക്കാനും ഒക്കെ. അപ്പോൾ നാട്ടുകാരുടെ കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അത് പണിക്കാരുടെ കുട്ടിയല്ലേ വരണമെന്നുള്ള അവരുടെ ചേർത്ത് പിടിക്കലുകളും കൈകോർക്കലുകളൊക്കെ കണ്ടപ്പോഴേക്ക് തോന്നി ഒരു കണക്കിന് ഞാൻ നിന്നത് നന്നായി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ മറ്റേത് എനിക്ക് തോന്നുന്നത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ക്ലാസ് റൂമിൻ്റെ അകത്ത്. പിന്നെ അതിൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ശരിക്കും പറയാ വെച്ചാൽ ആളുകളുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നമ്മളോടൊരു അടുപ്പുണ്ട്, അതൊക്കെ അറിയാൻ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ പ്രതീക്ഷകളൊക്കെ, അതായത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ജയിച്ചിട്ട് എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തെ സ്വീകരണത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് കൈ തന്നിട്ട് ഭാവി പ്രസിഡന്റിന് സ്വാഗതം എന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞത്. അപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു കിളി പോയി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനിങ്ങനെ വെച്ചു, ദൈവം ഇവരെന്താ പറയണത്, എന്തറിഞ്ഞിട്ടാണ് ഇവർ പറയണത് എന്നൊക്കെയാണ്. കാരണം നമ്മളുടെ മനസ്സിൽ നമ്മുടെ ജോലി ഒരു വശത്ത്, ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെമ്പറായാൽ തന്നെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ സ്കൂളത്തെ കാര്യം എന്താവും, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലുള്ള ഒരു ആശങ്ക. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴും മെമ്പറായപ്പോഴും ജയിച്ചു വന്നപ്പോഴും നമുക്ക് ഈ ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിലില്ല. അതാണ് സത്യം പറയാച്ചാൽ. ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല.
പിന്നെ അത് ആളുകൾ ഏർപ്പെടുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി പേരിങ്ങനെ തുറന്ന് പറയാൻ പാടുമോ അറിയില്ല. അപ്പോൾ വഴിയിൽ നിന്ന് ആളുകൾ കാണുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടിക്ക് സർവീസിന് പ്രശ്നമാവുമോ, ഇങ്ങനെ ജോലിക്ക് എന്തെങ്കിലും അങ്ങനെയൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിന് നോ പറയരുത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ അവർ ബാക്കി ഓപ്പണായിട്ട് സ്റ്റേജുകളിൽ പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആനക്കര സെൻറ്ററിൽ നിന്നും അതിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ കണ്ടത് രാഷ്ട്രീയം നോക്കാതെയാണ്. അപ്പം ഞാൻ ഏകാദശിക്ക് അമ്പലത്തിൽ പോയപ്പോൾ അവിടുന്ന് ഒരു മാഷ്, അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും അത് ആരാന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ജയിക്കും എനിക്കറിയാം, കാരണം ആളുകളുടെ മനസ്സിൽ നീ ഉണ്ട്, അപ്പോൾ ജയിച്ചു വന്നാൽ ബോർഡ് കിട്ടിയാൽ നീ ആയിരിക്കണം പ്രസിഡന്റ്. അപ്പം ഞാൻ അങ്ങനെ മനസ്സിലാലോചിച്ചു, ആളുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ വാശി ഇല്ല എന്ന് തോന്നുന്നു. കുറേയൊക്കെ മുന്നേ പറഞ്ഞപ്പോൾ എൻ്റെയൊക്കെ കുറേ കാലഘട്ടങ്ങൾക്ക് മുന്നേ ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ വിരുദ്ധ പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മുഖം തിരിഞ്ഞ് നടക്കുക ചെയ്യുക. ഇപ്പോൾ അതിനൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ആളുകളുടെ ചിന്താഗതിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അതീതമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് മനസ്സിലെന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ നമ്മളെ ചേർത്ത് നിർത്താനുള്ള അവർ കാണിക്കുന്ന ഒരു സന്നദ്ധത ഉണ്ടല്ലോ, അത് പ്രത്യേകം അഭിനന്ദിച്ചേ പറ്റൂ. അപ്പോൾ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയണതിൻ്റെ അതാണ് എൻ്റെ സന്തോഷം. ഞാൻ അതിലായതിനല്ല, ആളുകൾ എന്നെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു വാർഡ് മെമ്പർ എന്നതിനേക്കാൾ ഉപരി ഒരു പ്രസിഡൻ്റായി കാണാനാണ് ആ നാട്ടിലെ അല്ലെങ്കിൽ ആ വാർഡിലെ ആളുകൾ ആഗ്രഹിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്ത് നമ്മളൊരു മുന്നണി സംവിധാനത്തിലാണ്, ഒരു പാർട്ടി സംവിധാനത്തിലാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു പോസ്റ്റാണത്. പക്ഷേ ആ പോസ്റ്റിൽ എത്രത്തോളം ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത് ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. അതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആളുകൾ എന്നെ കാണുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ അത് നോക്കാതെയാണ് അവർ എന്നോട് സംസാരിച്ചിരുന്നതും അവരുടെ സ്നേഹം അറിയിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിത് ഈ പദവി എടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പുതിയ ആളാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും എനിക്ക് ഏറ്റെടുത്തൊരു ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്, അത് എന്നെ ടീച്ചർ എന്ന നിലയ്ക്ക് എന്നെ അറിയണവർക്കും അറിയാം, അത് ഏറ്റവും മാക്സിമം നന്നായിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഈ ഒരു പ്രവർത്തന മേഖലയിലും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് കിട്ടിയിരിക്കുന്ന കാലയളവ് എത്രയോ ആയിക്കോട്ടെ, ആ കാലയളവിനുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ മാക്സിമം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതിൽ എനിക്ക് രാഷ്ട്രീയം ഇല്ല, അതിനൊരു തർക്കമില്ല. കാരണം ഇപ്പം എൻ്റെ കൂടെയുള്ള 17 മെമ്പർമാർക്കും അത് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മളൊരു പദ്ധതി കൊടുക്കുകയാണെങ്കിലും, അപ്പോൾ അതിപ്പോൾ ലൈറ്റിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, അതിലൊക്കെ ഞാൻ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഞങ്ങൾ 17 പേരും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എൻ്റെ പാർട്ടി ഗ്രൂപ്പല്ല, ഞങ്ങൾ 17 മെമ്പർമാരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എല്ലാവരെയും അറിയിച്ച് അതിൽ നമ്മൾ ഈക്വലായിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തി അവരെയൊക്കെ വിളിച്ച് വളരെ കൃത്യമായിട്ടാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്തായാലും പ്രസിഡന്റ് പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന് അതീതമായി കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് അത് പ്രത്യക്ഷത്തിൽ പറയാമെങ്കിലും കൂടി രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് എല്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായാലും വൈസ് പ്രസിഡന്റായാലും മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. പക്ഷേ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തി, സ്വന്തം കക്ഷിയെ തൃപ്തിപ്പെടുത്തണം, സ്വന്തം മുന്നണിയെ തൃപ്തിപ്പെടുത്തണം, പ്രതിപക്ഷത്തെ അതുപോലെ തന്നെ മുഖവിലക്കെടുക്കണം, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനം കാണിക്കാൻ കഴിയും. ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പദം ഏറ്റെടുത്തതിന് ശേഷം ഈ പഞ്ചായത്തിൽ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയും അല്ലെങ്കിൽ കഴിയണം, എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് മനസ്സിലുണ്ട്? ഇപ്പോൾ സാധാരണ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടാവുന്നൊരു പ്രവർത്തനം എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളുടെ ബോർഡിന് ചെയ്യണം എന്നൊരു മനസ്സിൽ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഭവത്തിൽ ആദ്യമാണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കുറേ അതായത് ഇപ്പം കഷ്ടി ഒരാഴ്ചയായിട്ടുള്ളൂ ഇതിൽ ചാർജ് എടുത്തിട്ട്. അപ്പം ഞാനവിടെ പഞ്ചായത്തിൽ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായ കാര്യം, പഞ്ചായത്തിലേക്ക് ഇത് പദ്ധതിയല്ല, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് അവിടെ ആളുകൾ വരുന്നു, സാധാരണക്കാരായ കുറേ ആളുകൾ വരുന്നു. അതിൽ ചെറുപ്പക്കാരുണ്ട്, വയസ്സായവരുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ അവരിങ്ങനെ വരണു, ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാഴ്ച ഞാൻ ആ റൂമിലിരുന്നിട്ട് ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇറങ്ങി വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ വന്നേ. അപ്പം ഞാൻ ആദ്യം വിചാരിക്കുന്നത് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പം ഞാൻ അവിടുത്തെ ആളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വെക്കുകയാണെങ്കിൽ ആ വരുന്ന ആളുകൾ എന്തിനാ വന്നത്, അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ. അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയയാണ്. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അവിടെ വരുന്ന ആളുകൾ ബുദ്ധിമുട്ടാൻ പാടില്ല.
എന്തിനു വന്നു, അവർക്ക് അതിങ്ങനെ അറിയാതെ പലർക്കും ഒന്നും അറിയില്ല. ഒരു കടലാസായിട്ടുണ്ട് വരുന്നത്, എന്തെങ്കിലും തലയും വാലും കേൾക്കുമ്പോഴേക്കും പാഞ്ഞു വരികയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ആളുകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനും അവർ ഏത് സെക്ഷനിലേക്കാണ് പോകേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നമായിട്ട് വരുന്ന ഒരു കാര്യമാണ് മാലിന്യം. അപ്പം ഞാൻ അങ്ങനെ വീടുകളിലൊക്കെ പോയപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ടീച്ചറെ ഈ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, വീട്ടിലെ മാലിന്യം എന്താ ചെയ്യുക എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ആലോചിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാലിന്യം എപ്പോഴും ഒരു പ്രശ്നമാണ്. നമ്മൾ എത്രയൊക്കെ ഇപ്പോൾ നമ്മൾ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുമ്പോഴും അവിടുത്തെ ഒരു പ്രശ്നം അത് തന്നെയാണ്. എങ്ങനെ ഒഴിവാക്കിയാലും ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എത്ര തുടച്ചു നീക്കാൻ ശ്രമിച്ചാലും അത് പോണില്ല. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും വീടുകളിലെ മാലിന്യത്തെയും കൂടിയും നിർമ്മാർജ്ജനം ചെയ്യാൻ എന്തെങ്കിലും ഒരു പദ്ധതി നമ്മളുടെ പഞ്ചായത്തിൻ്റേതായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾക്കൊക്കെ കുടിവെള്ളം, അതുപോലെ തന്നെ റോഡ്, അതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിൽ നിലവിൽ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിൽ എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നും കൂടി ആലോചിക്കുന്നുണ്ട്. ബാക്കി ഞാൻ തുടക്കക്കാരിയാണ്, ആധികാരികമായിട്ട് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് പഠിച്ചതിന് ശേഷമാണ് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ കാര്യം തുടങ്ങാൻ ഉദ്ദേശിച്ച നല്ലൊരു കാര്യം ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം എനിക്കടക്കം ഫീൽ ചെയ്താണ് പഞ്ചായത്തിൽ വരുമ്പോൾ, നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഓരോ കാര്യത്തിന് വരുമ്പോൾ ആരെ കാണണം, എങ്ങനെ കാണണം ഒന്നും നമുക്കറിയില്ലായിരുന്നു. ഓരോരുത്തർ ടേബിളിലും പോയിട്ട് ഇവിടെയാണ് ചോദിക്കുമ്പോൾ അവിടെയാണ് പറയും, അവിടെയാണ് ചോദിക്കുമ്പോൾ ഇവിടെയെന്ന് പറയും. അപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്കിൽ ഒരു സ്റ്റാഫ് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു അപേക്ഷയുമായി ഒരാൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി വരുമ്പോൾ അവരോട് നമ്മൾ ആവശ്യം പറയുമ്പോൾ അവിടുന്ന് ശരിയായ ഗൈഡൻസ് കൊടുക്കാൻ കഴിയും. ഇത് ആ അപേക്ഷ നോക്കിയിട്ട് അവിടുന്ന് തന്നെ തീരുമാനം എടുക്കാൻ കഴിയും. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ആളുകൾക്ക് ചെയ്ത് തീർക്കാൻ കഴിയുമെന്നാണ്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഈ ബോർഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള എനിക്ക് പ്രത്യേകം അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മാലിന്യത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞത്, മാലിന്യം എന്ന് പറയുന്നത് സംസ്ഥാനം ഒട്ടുക്കും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു വിഷയമാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ കോടിക്കണക്കിന് രൂപ ആ ഒരു മേഖലയിലേക്ക് ചെലവഴിച്ചിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാൻ എല്ലാ പഞ്ചായത്തിനും കഴിയുന്നില്ല. കുറേയൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് അത്. അപ്പോൾ അത് സ്വയം നമ്മൾ മാലിന്യ വിമുക്തമാക്കാൻ നമ്മൾ ഓരോ വീട്ടുകാരും തീരുമാനിച്ചാൽ തന്നെ കുറേയൊക്കെ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. പിന്നെ ഈ പറഞ്ഞ പോലെ റോഡിൻ്റെ കാര്യം, പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും ബോർഡ് മെമ്പറായാലും ശരി, റോഡിൻ്റെ വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പഞ്ചായത്ത് ഭരണസമിതി വന്ന ഉടനെ തന്നെ കുറച്ച് റോഡുകൾ പാസ്സാക്കി അതിൻ്റെ പണികളൊക്കെ നല്ല രീതിയിൽ നടത്തി 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ റോഡുകളൊക്കെ നാശമായിട്ടുണ്ടാവും. ആ റോഡുകൾ ചിത്രം വീഡിയോ എടുത്തിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ റോഡ് കണ്ടില്ലേ 5 കൊല്ലം നിന്നിട്ട് എന്തുണ്ടായി, ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാം. പക്ഷേ ഈ ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഈ വാർഡിലേക്ക് 5 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ആ സമയത്ത് വിസ്മരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകുന്നത് നമ്മുടെ പഞ്ചായത്തിലും ഉണ്ടായി. ഞാനടക്കം താമസിക്കുന്ന എൻ്റെ വാർഡിലും ആ ഇഷ്യൂസ് ഉണ്ടായിട്ടാണ്. അത്തരം ഇഷ്യൂ സ്ഥാനാർത്ഥിയുടെ വിജയപരാജയങ്ങളെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണത്. അപ്പോൾ അതിനൊരു ഒരു വലിയൊരു പ്രോജക്റ്റ് പരിഹാരം എനിക്ക് നിർദ്ദേശിക്കാൻ സാധ്യമല്ല. എങ്കിലും ഒറ്റയടിക്ക് പൂർത്തിയാക്കാതെ എല്ലാ റോഡിനും തുടക്കം കുറച്ച് ഫണ്ട് വെക്കുക, പിന്നെ ബോർഡിൻ്റെ അവസാന വർഷത്തിലേക്കും കുറച്ച് ഫണ്ട് വെക്കുമ്പോൾ ആ റോഡിൻ്റെ ഫസ്റ്റും ലാസ്റ്റും പണി ചെയ്തു എന്നുള്ളത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. നേരത്തെ പറഞ്ഞല്ലോ ടീച്ചറായിട്ട് ആണ് വർക്ക് ചെയ്തിരുന്നത്. എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ അധ്യാപന മേഖലയിലായിട്ട് 19 വർഷമായി. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഞാൻ പഠിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് GHSS ആനക്കരയിലാണ്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയതും അവിടെ തന്നെയാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം ഇരുന്നിട്ട് അവിടെ 2 വർഷം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളത്, അത് ജീവിതത്തിൽ അങ്ങനത്തെ കുറേ അസുലഭ സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുമരല്ലൂർ ഹൈസ്കൂളിലായിരുന്നു 2 വർഷം ഡെയിലി വേജ് ആയിട്ട്. പിന്നെ ഇതേപോലെ വിദ്യാപീഠം എയ്ഡഡ് സ്കൂളാണ്, അവിടെ കയറി. വിദ്യാപീഠ UP സ്കൂൾ കാലടിയിലാണ് ഇപ്പോൾ നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. 15 വർഷമായി ഇപ്പോൾ അവിടെയായിട്ട്. അപ്പോൾ ഫുൾ ടൈം പ്രസിഡന്റായിട്ട് നമുക്ക് ആനക്കരയിൽ കാണാം. കുട്ടികളെ മിസ് ചെയ്യും. കുട്ടികൾ എൻ്റെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇപ്പൊ തന്നെ പാരന്റ്സ് ഒക്കെ എൻ്റെ ഫോണിലെ മെസ്സേജുകൾ മുഴുവൻ അതാണ്. ടീച്ചർക്ക് ഒരു ഇപ്പൊ നിലവിൽ ഞാൻ 7ന്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ആ ക്ലാസ്സിലെ പാരന്റ്സ് ഒക്കെ ചോദിക്കുന്നത് ഒരു 3 മാസം കൂടി ടീച്ചർക്ക് വന്നൂടെ, അത് കഴിഞ്ഞിട്ട് പോരെ. അപ്പൊ നമുക്കത് പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട്. എന്നാൽ പോലും അതിലും വലിയൊരു ചുമതലയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതായത് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനം 2 വർഷത്തേക്കാണ് പ്രസിഡന്റായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2 വർഷം തന്നെ കുറഞ്ഞ കാലയളവാണ്. പ്രസിഡന്റിനെ സംബന്ധിച്ച് 5 വർഷം കിട്ടിയാൽ തന്നെ കാര്യങ്ങൾ പരിപൂർണമായി ചെയ്യാൻ കഴിയില്ല. എങ്കിലും 2 വർഷം നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ബോർഡിൻ്റെ കാലഘട്ടത്തിലും ചില വിഷയങ്ങൾ അവസാന കാലഘട്ടത്തിലുണ്ടായി ഈ ടേം വ്യവസ്ഥയുടെ ഭാഗമായിട്ട്. ചിലർ പറയുന്നത് ഞങ്ങൾ ടേം വ്യവസ്ഥയിലാണ് തീരുമാനിച്ചത്, മറ്റൊരു അങ്ങനെ ടേം വ്യവസ്ഥയൊന്നുമില്ല, 5 വർഷത്തേക്കാണ് എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്.
അത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഈ ഒരു വ്യവസ്ഥ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് ഒരു തർക്കത്തിനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് മുന്നണിയിൽ ചർച്ച വരുമ്പോൾ തന്നെ ഞാൻ അവരോട് ഓപ്പണായിട്ട് ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് പറയാനുള്ളത് എവിടെയും തുറന്നു പറയുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റർവ്യൂ എല്ലാവരും കാണും അല്ലെ, ഇത് ശരിക്കും ഒരു തെളിവാണ്. അതാണ്. അപ്പൊ അതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മുന്നണിയിലെ ആളുകളോടും അത് പറഞ്ഞു. ഞാൻ നേരത്തെ എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ അവർക്കൊക്കെ സമൂഹത്തിലൊരു സൽപ്പേരുണ്ട്. പിന്നെ എനിക്ക് എൻ്റെതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അത് കളയുന്ന രീതിയിലുള്ള ഒന്നും ഞാൻ ചെയ്യില്ല. പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞ സംഭവമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മളുടെ ലൈഫിൽ തന്നെ നമുക്കറിയാം, ഒരാൾ നഷ്ടപ്പെട്ടു വിചാരിച്ചിട്ട് അവിടെ വേറെ ഒന്നും സംഭവിക്കണില്ല. നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുന്നണിയോട് ആഭിമുഖ്യമുള്ള ആൾക്കാർ അതിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഒരാളുടെ നഷ്ടം വെച്ചിട്ട് ആ പ്രസ്ഥാനം തകരുന്ന് ചിന്തിക്കുന്നത് ഒരു മടയത്തരാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ആളുകൾ വോട്ട് ചെയ്യുന്നത് അവരെ വിശ്വസിക്കുന്ന മുന്നണിക്ക്, പാർട്ടിക്കാണ്. അത് വ്യക്തിക്കല്ല. വ്യക്തികൾക്ക് സ്വാധീനം ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത് ആ മുന്നണിക്കും മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കുമാണ്. അപ്പോൾ അവിടെ വ്യക്തിപ്രഭാവത്തിനോ അല്ലെങ്കിൽ ഒരാളൊരു മുന്നണിയിൽ നിന്ന് വിട്ടുപോയി റിബലായി നിന്നാലോ ചിലപ്പോൾ ജയിച്ചു കയറാന്നുള്ളത് എളുപ്പമല്ല. പലയിടത്തും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ചില സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു വരാറുണ്ട്. പക്ഷേ അനക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ UDF നേട്ടം അത് തീർച്ചും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുന്നണിക്ക് നൽകിയ വോട്ടാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വീണ്ടും ഒരു തുടർ ഭരണത്തിലേക്ക് മുന്നണി എത്തിയത്. അപ്പോൾ കഴിഞ്ഞകാല ബോർഡ് ചില വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം, സാമൂഹ്യക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അത്തരം വികസന പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെ ആയിരിക്കുമല്ലോ ഈ ബോർഡിൻ്റെ തീരുമാനം. തീർച്ചയായിട്ടും അത് ഞാനിപ്പോൾ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ അപ്രൂവ്ഡ് ആയിട്ട് കിടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവിടെ പെൻഡിങ് ആയി കിടക്കുന്നത് അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഞാൻ റൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിക്കുകയും അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യും. വീട്ടിലാരൊക്കെയുള്ളത്? എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ ശ്രീ PN ബാലമണിക്കർ. ഞാൻ ആ പേര് പറയുമ്പോൾ തന്നെ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് പറയണത്. കാരണം പിന്നെ അച്ഛനൊരു കാലത്ത് നാടിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. പിന്നെ ഞങ്ങൾ മക്കളുടെ കാര്യത്തിലൊക്കെ എന്തായിരുന്നു ഞങ്ങളുടെ ഇഷ്ടം, അതിനനുസരിച്ച് ഞങ്ങളെ നയിച്ചിരുന്ന ഒരാളായിരുന്നു. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ എനിക്കൊരു ബ്രദറാണ് ഉള്ളത്. അവൻ സിസ്റ്റം സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മലേഷ്യയിലായിരുന്നു, ഇപ്പോൾ ആൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അവർ കുന്നംകുളത്താണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. പിന്നെ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നതും ഒരു കോൺഗ്രസ് കുടുംബത്തിലേക്കാണ്. എല്ലാവർക്കും അറിയുണ്ടാവും, പഴയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റ് ആയിട്ടുള്ള ശ്രീ OP ചന്ദ്രശേഖരൻ. അദ്ദേഹം ബ്ലോക്ക് മെമ്പറൊക്കെ ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. പിന്നെ അമ്മ ഹൗസ് വൈഫ് തന്നെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കേരള കർഷക കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റ് ആയിട്ടുള്ള ബദരീഷ്. പിന്നെ 2 മക്കളാണ്, മോള് നന്ദന, മകൻ വൈഷ്ണവ്. മകള് റഷ്യയിലാണ്, MBBS 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. മകൻ ടെക്നിക്കൽ ഹൈസ്കൂൾ കുറ്റിപ്പുറത്ത് പഠിക്കുന്നു, 8ാം ക്ലാസ്സിൽ. പിന്നെ ഭർത്താവിൻ്റെ ഒരു പ്രേരണയാണ്, മൂപ്പര് രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയും ആ ഒരു നിർദ്ദേശമൊക്കെ കൊണ്ടാണ് സത്യത്തിൽ ഇതിന് ധൈര്യപൂർവ്വം ഇറങ്ങി തിരിച്ചത്. അപ്പോൾ തുടർന്നും അത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പിന്നെ നമ്മൾ ആരൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾക്ക് നമ്മളുടേതായ, അവർക്കൊക്കെ അതിനൊരു ലിമിറ്റ് ഉണ്ട് എത്രയായാലും നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ചൊക്കെ മനോബലമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുടുംബത്തിന് സപ്പോർട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തിരിച്ചതേപോലെ നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ കൊടുത്ത പോലെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോൾ പഞ്ചായത്തിന്റെ എല്ലാ വിഷയങ്ങളും ഇടപെടണം, എല്ലാ വാർഡിലും ഓടിയെത്തണം, എല്ലാ പൊതുപരിപാടികളും പങ്കെടുക്കണം, ഒട്ടുമിക്ക പരിപാടികളും അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. എങ്കിലും അത് കണ്ടറിഞ്ഞ് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് അവർ ചേർത്ത് നിർത്തി എല്ലാവിധ പിന്തുണ തരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന സ്ഥിതിക്ക് എല്ലാ വാർഡിനെ കുറിച്ചും പ്രത്യേക ഒരു പഠനം നടത്താൻ അല്പം സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയും. ഇപ്പോൾ നേരത്തെ സ്വന്തം വാർഡിലെ കാര്യം നോക്കിയിട്ടാണ് ഇപ്പോൾ ജയിച്ചു വന്നത്. പക്ഷേ ഇനിയിപ്പോൾ അത് പോരല്ലോ. ഒരു വാർഡിലെ മെമ്പർ ഒരു പ്രപ്പോസൽ കൊടുത്ത് തരുമ്പോൾ പ്രസിഡന്റ് തരും, ഇന്ന വാർഡിലേക്ക് ഇന്ന കാര്യം ആവശ്യമെന്ന് പറയുമ്പോൾ ആ കാര്യം അവിടെ നടപ്പിലാക്കേണ്ടതാണോ അല്ലെങ്കിൽ പ്രസിഡന്റ് കൂടി ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും ഒരു വാർഡ് മെമ്പർ ഒരു പ്രപ്പോസൽ വരുമ്പോൾ അത് വാർഡിലെ ആളുകളുടെ തൃപ്തിപ്രകാരം തന്നെ ആയിരിക്കാം. ചിലപ്പോൾ ചില തീരുമാനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആവാറുണ്ട്. പക്ഷെ അത് ആ ഒരു കാര്യം, ആ ഒരു പദ്ധതി ആ നാടിന് ഉപകാരപ്പെടുമോ എന്നുള്ളത് കൂടി വിലയിരുത്തിയിട്ട് വേണം അതിന് അംഗീകാരം കൊടുക്കാനുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം പല പദ്ധതികളും തുടങ്ങി പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അനാഥമായി കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ആനക്കര ഗ്രാമപഞ്ചായത്തിന് ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനൊരു ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ 10-25 വർഷമായി വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് എനിക്ക് പറയാനുള്ളത്. പന്നിയൂർ ചിറയൊക്കെ ടൂറിസം മേഖലയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാല ബോർഡുകളും
ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും എവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പന്നിയൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തൊട്ട് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ധാരാളം ഭക്തർ വന്നു ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം മേഖലയായി വികസിപ്പിച്ചാൽ ബോർഡിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആനക്കര പഞ്ചായത്തിൽ ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. കാരണം അത് മാത്രമല്ല, പന്നിയൂര് അവിടെ മാത്രമല്ല, നമ്മുടെ എനിക്ക് തോന്നുന്നു ആനക്കര AWHൻ്റെ അവിടേക്ക് പോണ ഒരു വഴിയുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ആ ഒരു ഗ്രൗണ്ട്, അപ്പോൾ അതൊക്കെ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് ഇപ്പോൾ നീള പാർക്കൊക്കെ ചെയ്ത പോലെ തന്നെ അവിടെ നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, തുടക്കക്കാരി എന്ന നിലയ്ക്ക് ഞാൻ അതിനെ പഠിച്ചിട്ട് കൃത്യമായിട്ട് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും നേരത്തെ പറഞ്ഞ കാലയളവിനുള്ളിൽ നിന്നുകൊണ്ട് ശ്രമിക്കും. അപ്പോൾ 2 വർഷം ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അലസമായിരുന്നു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞു പോകും. പിന്നെ അയ്യോ 2 വർഷം കഴിഞ്ഞില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം സ്വാഭാവികമായിട്ടാണ്. എന്തെന്നല്ല 5 വർഷം പെട്ടെന്ന് കഴിഞ്ഞു പോകും, കാലഘട്ടമൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ എത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങളിലേക്ക് ഓരോരോ പുതിയ പദ്ധതിയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും അതിലേക്ക് ഫലം കാണും. എന്ന് നേരത്തെ പറഞ്ഞ പോലെ പന്നിയൂരിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ ഹെൽത്ത് പാർക്കിൽ ഇപ്പോൾ വിദേശികളടക്കം വന്ന് സമയം ചെലവഴിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കൂടുതൽ ആളുകളെ ആ മേഖലയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആനക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്ര പുരുഷന്മാർക്ക് ജന്മം നൽകിയ പഞ്ചായത്താണ്. MT ആയാലും ശരി, ആനക്കരത്തെ വടക്കത്തായാലും ശരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് നമ്മൾ സംസ്ഥാന സർക്കാരിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെ എത്തിയിട്ടില്ല. ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. MTയുടെ ഒരു സ്മാരകം എന്നുള്ളതിലേക്ക് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടി അത് തീരുമാനമായിട്ടില്ല. നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പഞ്ചായത്തിന് സംസ്ഥാന തലത്തിൽ ആകർഷിക്കപ്പെടുന്നൊരു കാര്യങ്ങളായിരിക്കും. നമ്മൾ എന്നും റോഡ് പാലം എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കാതെ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ പഞ്ചായത്തിനെ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കൂടി നേടിയെടുക്കുമ്പോൾ തീർച്ചയായും ആനക്കര പഞ്ചായത്ത് സംസ്ഥാനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രസിഡന്റിനും അതുപോലെ തന്നെ പുതിയ ഭരണസമിതിക്കും ബോർഡിനും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ എന്തായാലും അൻവർ നല്ല പേര് പറഞ്ഞത്, നിങ്ങളുടെ ഐഡിയാസ് അതാണ്. നമ്മൾ ഇങ്ങനത്തെ ആളുകളായിട്ട് സംവദിക്കുമ്പോഴാണ് എത്രയോ ആളുകൾക്ക് നമ്മളുടെ ഇടയിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ഐഡിയാസ് ധാരാളം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഗ്രാമസഭകളൊക്കെ സത്യത്തിൽ ഇതിനുള്ളൊരു വേദിയും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ആളുകളുടെ സ്വപ്നങ്ങൾ ഇതേപോലെ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ധാരാളം സൃഷ്ടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം തന്നെ എനിക്കിപ്പോൾ നമ്മൾ ചിന്തിക്കണ മാതിരി ആവില്ല. വളരെ നല്ല രീതിയിൽ നാടിന് ഗുണമേകുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യാൻ ഇതുപോലുള്ള പല ആളുകൾക്കും പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ സാംസ്കാരിക നായകന്മാർ അവരെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ അതൊക്കെ ഏറ്റവും നല്ലൊരു കാഴ്ചപ്പാടാണ്. അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ കിട്ടാൻ സത്യം പറഞ്ഞപ്പോൾ ഇവിടെ വന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ മനസ്സിലെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹെൽപ്പ് ഡെസ്കിൽ ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പറഞ്ഞ് ഓരോരുത്തരും കുറിപ്പുകളിട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ സൗകര്യമുള്ളപ്പോൾ അതൊക്കെ എടുത്ത് വായിച്ചാൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ നമ്മൾ കണ്ടെത്താൻ കഴിയും. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരെക്കാൾ കഴിവുള്ള ആളുകളാണ് സാധാരണക്കാർ. അവരുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ടാവും. എല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞോണമെന്നില്ല, എങ്കിലും എല്ലാം ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ ഒരു ത്രെഡ് നമുക്ക് അതൊന്ന് കിട്ടും. ശരിയാണത്. അപ്പോൾ അതിനുള്ള ശ്രമം കൂടി അതിനുള്ള സമയം കൂടി പ്രസിഡന്റ് കണ്ടെത്തുകയാണ് തീർച്ചയായും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇതുവരെ നമ്മോടൊത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറായ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന് നമ്മോടൊപ്പം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ സമയം കണ്ടെത്തിയ ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അംബിക ടീച്ചർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനക്കര ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നൊരു പഞ്ചായത്താക്കി മാറ്റാൻ താങ്കൾക്ക് കഴിയട്ടെ. എല്ലാവിധ പിന്തുണയും എല്ലാ നാട്ടുകാരും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം നന്ദി പറയുന്നു. ഈ ഒരു മീഡിയയ്ക്ക് പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ പോലെ തന്നെ എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്കും എന്നിലൊരു വിശ്വാസം ഉണ്ടാവും. നിങ്ങൾ എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ചിറക് വിരിക്കാൻ എനിക്ക് കഴിയട്ടെ. എന്തായാലും നിങ്ങളിൽ ഒരാളായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞാനൊരു സാധാരണക്കാരിയാണ്. അപ്പോൾ ആ ഒരു സാധാരണ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും. അപ്പോൾ വളരെ സന്തോഷം. ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അംബിക ടീച്ചറാണ് ഇത്രയും നേരം നമ്മോട് സംബന്ധിച്ചത് ഈ പോഡ്കാസ്റ്റിൽ. മറ്റൊരു പഞ്ചായത്ത് പ്രസിഡന്റുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.